അള്ളാഹുവിന്റെ ഹബീബായ നബി തങ്ങൾ പറഞ്ഞില്ലയോ, ഒരു കാലം നിങ്ങളിലേക്ക് കടന്നു വരാനുണ്ട്. ആ കാലഘട്ടത്തുള്ളവരുടെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, അവർക്ക് ഹറാമായാലും കുഴപ്പമില്ല, ഹലാലായാലും കുഴപ്പമില്ല, തിന്നാൽ മതി, സമ്പത്തുണ്ടാക്കിയാൽ മതി, സമ്പാദിച്ചാൽ മതി. അമിനൽ ഹറാമി അമിനൽ ഹലാൽ, ഇത് ഹറാമാണോ ഇത് ഹലാലാണോ എന്നവർ നോക്കാറില്ല. സമ്പാദ്യങ്ങളിലുള്ള ഹറാമുകൾ നോക്കാതെ പലിശ ഇടപാടിലൂടെ സമ്പത്തുണ്ടാക്കുന്നവർ ആയിരക്കണക്കിന്, നൂറുകണക്കിനെന്ന് പറഞ്ഞാൽ തെറ്റായി പോകും. പലിശ ഇടപാടുകളിലൂടെ സമ്പത്തിങ്ങനെ കുന്നുകൂട്ടുന്നവർ ആയിരക്കണക്കിന്. പാവങ്ങളായ ആളുകളെ ചൂഷണം ചെയ്ത് ജീവിക്കുന്നവർ. പ്രിയപ്പെട്ടവരെ, അമിനൽ ഹലാലി അമിനൽ ഹറാം, സമ്പത്ത് ഹറാമായാലും ഹലാലായാലും അവർക്ക് പ്രശ്നമേ അല്ല. ആ ഒരു രീതിയിൽ ഹറാമും ഹലാലും നോക്കാതെ സമ്പാദ്യങ്ങൾ ഉണ്ടാക്കുന്നവർ, വേറൊരു ഭാഗത്ത് മയക്കുമരുന്നിലൂടെ സമ്പത്തുണ്ടാക്കുന്നവർ. അതാണ് എളുപ്പവഴി. ഏറ്റവും വേഗം മുതലാളിമാരാവണം, ഏറ്റവും വേഗം ലക്ഷൂറിയസ് വാഹനങ്ങൾ വാങ്ങണം, ആഡംബര വാഹനങ്ങൾ ഉണ്ടാവണം, നല്ല വസ്ത്രം ധരിച്ച് ചുത്തിപ്പൊളിച്ചു നടക്കണം. വലിയ അധ്വാനങ്ങളില്ല, വിയർപ്പ് കൊള്ളാനില്ല, വെയിലേൽക്കാനില്ല, ചൂടേൽക്കാനില്ല. വളരെ നൈസായി, വളരെ തന്ത്രപൂർവ്വം ആളുകളിലേക്ക് മയക്കുമരുന്നും കൊക്കൈനും ലഹരിയും എല്ലാം എത്തിച്ചു കൊടുത്ത് അതിന്റെ ഡീലർഷിപ്പായി പാവങ്ങളായ മുസ്ലിം ചെറുപ്പക്കാരുടെ തലച്ചോറിനെ നശിപ്പിക്കുന്ന ഒരു കൂട്ടം മുതലാളിമാരുണ്ട്. എന്തേ അത് നിർത്താൻ കഴിയാത്തത്? ഇവിടുത്തെ നിയമപാലകർ വിചാരിച്ചാൽ ഇത് നിൽക്കുമോ? എങ്ങനെയാണ് ഇത് അവസാനിപ്പിക്കുക? പ്രിയപ്പെട്ടവരെ, നിയമപാലകർക്ക് ഇതിൽ നിന്ന് ഓഹരി കിട്ടിയാൽ പിന്നെങ്ങനെയാണ് അവർ നിർത്തുന്നത്? നിയമപാലകർക്ക് ഇതിൽ നിന്നൊരു കമ്മീഷൻ കിട്ടിയാൽ പിന്നെങ്ങനെയാണ് അവരിത് തടയുന്നത്? ഞാൻ ചോദിക്കട്ടെ, നിയമപാലകർ വിചാരിച്ചാൽ ഇവിടുത്തെ കഞ്ചാവ് ഒരിക്കലും അവസാനിക്കാൻ പോകുന്നില്ല, ഇവിടുത്തെ ലഹരി അവസാനിക്കാൻ പോകുന്നില്ല. ഭരണകൂടം തീരുമാനിച്ചാലും ഇവിടെ ഒരു അനീതിയും അക്രമവും ഇവിടെ അവസാനിക്കാൻ പോകുന്നില്ല. ഒരു നാട്ടിൽ ലഹരി അവസാനിക്കണമെന്ന് തീരുമാനിച്ചാൽ ഈ നാട്ടിലുള്ള ഓരോ വീട്ടുകാരും ശ്രദ്ധിച്ചാൽ മതി. നെല്ലിക്കുന്നെന്ന് പറയുന്ന ഈ ചരിത്രമന്തി ഉറങ്ങുന്ന ഈ മഹത്തായ പ്രദേശത്തേക്ക്, ഇവിടത്തേക്ക് എന്ത് കടന്നു വരാൻ പാടില്ല? ലഹരി കടന്നു വരാൻ പാടില്ല. മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന ചെറുപ്പക്കാരുണ്ടാവരുത്, തലച്ചോറ് നശിപ്പിക്കുന്ന ചെറുപ്പക്കാരിവിടെ ഉണ്ടാവരുത് എന്ന് തീരുമാനിച്ചാൽ ഈ നാട്ടുകാരിലുള്ള ഓരോ വീട്ടുകാരും തീരുമാനിക്കണം, എന്റെ വീട്ടിലേക്ക് ലഹരി കടന്നു വരാൻ പാടില്ല എന്ന്. ആരാണ് ഓരോ വീടിന്റെ ഉത്തരവാദികൾ? ആരാണ്? ആ വീട്ടിലുള്ള ഉപ്പമാരാണ്. ഉപ്പമാര് ഗൾഫിലാണെങ്കിൽ ആ വീടിന്റെ ഉത്തരവാദി ഉമ്മമാരാണ്. എന്തേ നിങ്ങൾക്ക് നിങ്ങളുടെ മക്കളെ നിരീക്ഷിക്കാൻ കഴിയൂലേ? എന്തേ നിങ്ങളുടെ മക്കൾ എവിടെ പോകുന്നു, എപ്പോഴാ വരുന്നത്, എവിടെന്നാണ് അവർക്ക് ക്യാഷ്, എവിടെന്നാണ് അവർ വാഹനം വാങ്ങിക്കുന്നത്, എവിടെന്നാണ് അവർ കൂളിംഗ് ഗ്ലാസ് വാങ്ങിക്കുന്നത്, എവിടെന്നാണ് അവർ മൊബൈൽ ഫോൺ വാങ്ങിക്കുന്നത്, 5000ന്റെ ഷൂകൾ എവിടെ നിന്നാണ് ധരിക്കുന്നത്? ഉപ്പ കൊടുത്തിട്ടില്ലല്ലോ, ഉമ്മ കൊടുത്തിട്ടില്ലല്ലോ, എവിടെന്നാണ് നിനക്ക് ക്യാഷ് എന്ന് നിരന്തരമായ അന്വേഷണം, നിരന്തരമായ നിരീക്ഷണം. ഓരോ വീട്ടുകാരും അവരവരുടെ മക്കളെ ശ്രദ്ധിച്ചാൽ തന്നെ ഒരു നാടിനെ ലഹരി മുക്ത നാടാക്കി മാറ്റാൻ നമ്മൾക്ക് സാധിക്കും. ആണിനെ മാത്രം ശ്രദ്ധിച്ചാൽ പോരാ, അതൊക്കെ പണ്ടായിരുന്നു. ഇന്ന് പെണ്ണിനെയും ശ്രദ്ധിക്കണം. പെണ്ണുങ്ങളും നമ്മുടെ നാട്ടിലുള്ള തട്ടമിട്ട മുസ്ലിം സ്ത്രീകൾ വരെ ലഹരിയുടെ അടിമകളാണ്. മുസ്ലിം സ്ത്രീകൾ വരെ ലഹരിയുടെ അടിമകളാണ്. അവരാണ് അതിന്റെ ഡീലർമാർ. ആരും സംശയിക്കില്ലല്ലോ അത് പെണ്ണല്ലേ എന്ന് പറഞ്ഞിട്ട് അവരെ നിസ്സാരമായി കാണുകയാണ്. നമ്മുടെ മുസ്ലിം പെൺകുട്ടികൾ തട്ടം ധരിച്ച് പർദ്ദ ധരിച്ച് നടക്കുന്ന, വേണമെങ്കിൽ ഹിജാബും നിഖാബും ധരിച്ച് കണ്ണ് മാത്രം കാണുന്ന രീതിയിൽ വസ്ത്രം ധരിച്ച് നടക്കുന്ന അവര് വരെ ഈ മയക്കുമരുന്നിന്റെ ചതിപ്രയോഗത്തിലൂടെ പാവങ്ങളായ മുസ്ലിം ചെറുപ്പക്കാരുടെ തലച്ചോറിനെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കതൊരു അത്ഭുതമായി തോന്നുന്നുണ്ടോ? അപ്പൊ ഇവിടെ മയക്കുമരുന്നും ലഹരിയും നിർമാർജനം ചെയ്യപ്പെടണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ വീടിനെ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. അയൽവാസിയുടെ വീട് നമ്മൾ ശ്രദ്ധിക്കരുത്, നമ്മുടെ അനുജന്റെ വീട് പോലും നമ്മൾ ശ്രദ്ധിക്കണ്ട, നമ്മുടെ വീട് മാത്രം നമ്മൾ ശ്രദ്ധിച്ചാൽ മതി. 4 മക്കളുണ്ടെങ്കിൽ ആ 4 മക്കൾ ലഹരി ഉപയോഗിക്കുന്നുണ്ടോ? ആ 4 മക്കൾ ലഹരി ഉപയോഗിക്കുന്നുണ്ടോ? ആദ്യത്തേത് പെണ്ണാണ്, പെണ്ണിനെ നോക്കണം. രണ്ടാമത്തേത് ആണാണ്, അവനെ നോക്കണം. അവൻ എവിടെ പഠിക്കുന്നു, അവന്റെ കൂട്ടുകാരാരാണ്, അവൻ എവിടെ പോകുന്നു, എത്ര വൈകി വരുന്നു, അവന്റെ ഇടപാടെന്താണ്, അവന്റെ കച്ചവടം എന്താണ്, എന്തേ ഇത് നോക്കാൻ ഒരു പിതാവിന് കഴിയൂലേ? അല്ലാഹുവിന്റെ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഓരോ ഉപ്പമാരോട് വിളിച്ചു പറഞ്ഞത്, ഉമ്മമാരോട് വിളിച്ചു പറഞ്ഞത് എന്താ പറഞ്ഞത്? ഉപ്പമാരോടും ഉമ്മമാരോടും പറഞ്ഞു, മാ മിൻ അബ്ദിൻ ഇസ്തറഅഹുല്ലാഹ്
അല്ലാഹു ഒരാൾക്കൊരു ഉത്തരവാദിത്തം നൽകി. അല്ലാഹു ഒരാൾക്കൊരു ഉത്തരവാദിത്തം നൽകി. വഹുവ ഗാശുൻ ലിറഇയതിഹി, ഉത്തരവാദിത്തം ഏറ്റെടുത്ത് മരിക്കുന്ന സമയത്ത് ഉത്തരവാദിത്തം ഭംഗിയായി ചെയ്യാതെ ഒരാൾ മരിച്ചുപോയാൽ ഇല്ലാ ഹറമ അലൈഹിൽ ജന്ന, അല്ലാഹു തആല അവർക്ക് സ്വർഗ്ഗം ഹറാമാക്കുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹ്. ഇല്ലാ ഹറമ അലൈഹിൽ ജന്ന, സ്വർഗ്ഗം ഹറാമാക്കുമെന്നാ പറഞ്ഞത്. നരകത്തിൽ പ്രവേശിപ്പിക്കുമെന്നല്ല. നരകത്തിൽ പ്രവേശിപ്പിക്കുമെന്ന് പറഞ്ഞാൽ ഒരു സമാധാനമുണ്ടായിരുന്നു. എന്താ സമാധാനം? നരകത്തിന്റെ ശിക്ഷ കഴിഞ്ഞാൽ സ്വർഗ്ഗം കിട്ടുമെന്ന്. ഇവിടെ അങ്ങനെയല്ല പറഞ്ഞത്. നരകത്തിൽ പ്രവേശിപ്പിക്കുമെന്നല്ല, സ്വർഗ്ഗം തന്നെ അല്ലാഹു ഹറാമാക്കുമെന്ന് പറഞ്ഞാൽ ഒരിക്കലും 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 അവർ സ്വർഗ്ഗത്തിലേക്ക് എത്തുകയേ ഇല്ല. ആര് ആര് മക്കളെ ശ്രദ്ധിക്കാത്ത മാതാപിതാക്കൾ. മക്കളെ ശ്രദ്ധിക്കാത്ത മാതാപിതാക്കൾ ഒരിക്കലും സ്വർഗ്ഗത്തിലെത്തൂല. ഹറാമാണെന്ന് പറഞ്ഞു. അല്ലാഹു ഒരാൾക്ക് ഉത്തരവാദിത്തം നൽകി. ഒരു ഉപ്പാന്റെ ഉത്തരവാദിത്തമാണ് അവരുടെ കീഴിലുള്ള മക്കൾ. ഒരു ഉമ്മയുടെ ഉത്തരവാദിത്തമാണ് അവരുടെ കീഴിലുള്ള മക്കൾ. അല്ലബ്നാഉ അമാനത്തുൻ ഫീ അനാഖികും, അല്ലാഹു സൂക്ഷിക്കാൻ ഏൽപ്പിച്ച മുതലാണ് നമ്മുടെ മക്കളെന്ന് പരിശുദ്ധ റസൂലുള്ളാഹ്. നമ്മുടെ മക്കൾ അല്ലാഹു നമ്മൾക്ക് സൂക്ഷിക്കാൻ തന്ന മുതലാണ്. അത് നമ്മൾ ശ്രദ്ധിച്ചില്ല. അവരാണ് നമ്മുടെ ഉത്തരവാദികൾ. അതാണ് നമ്മുടെ റെസ്പോൺസിബിലിറ്റി. ആ ഉത്തരവാദിത്തം ചെയ്യാതെ, അത് ഭംഗിയായി നിറവേറ്റാതെ ഏതെങ്കിലും ഒരു ഉപ്പ മരിച്ചുപോയാൽ, ഏതെങ്കിലും ഒരു ഉമ്മ മരിച്ചുപോയാൽ, യമൂതു യൗമ യമൂത് വഹുവ ഗാശുൻ ലിറഇയതിഹി, മക്കളോടുള്ള കടപ്പാട് വീട്ടാതെ ഒരു പിതാവോ ഒരു മാതാവോ മരിച്ചുപോയാൽ ഇല്ലാ ഹറമ അലൈഹിൽ ജന്ന, അല്ലാഹു തആല സ്വർഗ്ഗം ഹറാമാക്കുമെന്നാണ്. നിങ്ങളുടെ തസ്ബീഹ് മാലകൾ നിങ്ങളെ സ്വർഗ്ഗത്തിലേക്ക് കൊണ്ടുപോകില്ല. നിങ്ങളുടെ നെറ്റിത്തടത്തിലുള്ള നിസ്കാരത്തിന്റെ അടയാളം നിങ്ങളെ സ്വർഗ്ഗത്തിലേക്ക് കൊണ്ടുപോകില്ല. മരം കോച്ചുന്ന തണുപ്പിൽ രാത്രി എണീറ്റ് തഹജ്ജുദ് നിസ്കരിച്ചത് നിങ്ങളെ സ്വർഗ്ഗത്തിലേക്ക് എത്തിക്കൂല. എന്തുകൊണ്ട്? 4 മക്കളുണ്ടായിട്ട് ആ മക്കൾ ലഹരി ഉപയോഗിക്കുന്നുണ്ടോ എന്ന് നിരീക്ഷിക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞില്ല. ആകെയുള്ളത് 4 മക്കളാണ്. എന്തിന് നിയമപാലകർ? എന്തിന് പോലീസുകാർ? എന്തിന് പട്ടാളക്കാർ? എന്തിനാണ് ഇവിടുത്തെ കമ്മിറ്റിക്കാർ? നമ്മൾ പോരെ നമ്മുടെ മക്കളെ നോക്കാൻ? ആ 4 മക്കളെ നിരീക്ഷിക്കാൻ കഴിയാതെ അവരാണ് ഇവിടെ മയക്കുമരുന്നും ലഹരിയും ജനങ്ങളിലേക്ക് എത്തിക്കുന്നതെങ്കിൽ എങ്ങനെയാണ് മാതാപിതാക്കൾക്ക് അല്ലാഹു സ്വർഗ്ഗം നൽകുന്നത്? അതുകൊണ്ട് പ്രിയപ്പെട്ട ഉമ്മമാരെ, പ്രിയപ്പെട്ട ഉപ്പമാരെ, നിങ്ങളുടെ പടിയാണ് നിങ്ങളുടെ വീടുകൾ പരിശോധിക്കേണ്ടത്. നിങ്ങളുടെ ചെറുപ്പക്കാരെ പരിശോധിക്കേണ്ടത്. നിങ്ങളുടെ മക്കളെ നിങ്ങൾ നിരീക്ഷിക്കേണ്ടത്. നാളെ നിരീക്ഷിച്ചാൽ നാളെ കിട്ടുമെന്നല്ല, ഒരുപക്ഷെ മാസങ്ങളോളം നിങ്ങളുടെ മക്കളെ നിങ്ങൾ നിരീക്ഷിക്കേണ്ടി വരും. അതാണ് സമുദായത്തിന്റെ ഏറ്റവും വലിയ തകർച്ച എന്ന് പറയുന്നത്. ലഹരിയുടെ അടിമകളായി മാറി എന്നാണ്. അവിടെയാണ് പെട്ടെന്ന് സമ്പാദിക്കാനുള്ള വഴിയുള്ളത്. വലിയ വാഹനങ്ങൾ വാങ്ങാനും വലിയ കൊട്ടാര സമാനമായ വീടെടുക്കാനും മറ്റുള്ള സംവിധാനങ്ങൾക്കൊക്കെ എളുപ്പത്തിൽ സമ്പാദിക്കാനുള്ള മാർഗം ലഹരിയായതുകൊണ്ട് ചെറുപ്പക്കാരങ്ങോട്ട് ആകർഷിക്കപ്പെടുകയാണ്. അതിനു പകരം പറയണം, പ്രിയപ്പെട്ട ഉമ്മ, വീട്ടിൽ നിന്നിറങ്ങുന്ന മക്കളോട് പറയണം, മക്കളെ ലാ ഇന്നാ നസ്ബിറു അലൽ ജൂ, എത്ര കാലം വേണമെങ്കിലും ഞങ്ങൾ പട്ടിണി കിടന്നോളാം. വലാ നസ്ബിറു അലന്നാർ, നരകത്തിന്റെ തീജ്വാലകൾ സഹിക്കാൻ ഞങ്ങൾക്ക് കഴിയില്ല. നരകത്തിന്റെ ചൂട് സഹിക്കാൻ ഞങ്ങൾക്ക് കഴിയില്ല. ഖുൽ, നബിയെ പറഞ്ഞു കൊടുക്കണം, നാറു ജഹന്നമ അശദ്ദു ഹർറാ, നരകത്തിന്റെ തീജ്വാലകളാണ് ഏറ്റവും ചൂടേറിയ തീ എന്ന് പറഞ്ഞു കൊടുക്കണം നബിയെ എന്ന് പരിശുദ്ധ ഖുർആൻ നമ്മോട് പഠിപ്പിച്ചില്ലയോ? ഇവിടത്തെ തീയല്ല തീ, ഇവിടത്തേതിനേക്കാളും 70ഓളം ഇരട്ടി ശക്തമായ തീയാണ് അവിടെയുള്ളത്. അതുകൊണ്ട് ഖുൽ നാറു ജഹന്നമ അശദ്ദു ഹർറാ, നരകത്തിന്റെ തീയാണ് ഏറ്റവും വലിയ തീ. അതുകൊണ്ട് മക്കളോട് പറയണം, ജോലിക്കിറങ്ങുന്ന മക്കളോട്, ഗൾഫിലേക്ക് പോകുന്ന മക്കളോട്, നാട്ടിൽ തന്നെ ജോലിയും ബിസിനസ്സുമായി നടക്കുന്ന മക്കളോട് പറയണം, ഇന്നാ നസ്ബിറു അലൽ ജൂ, എത്ര കാലം വേണമെങ്കിലും ഞങ്ങൾ പട്ടിണി കിടന്നോളാം, വസ്ത്രം ധരിക്കാതെ ജീവിച്ചോളാം,
ഓരോ സൽക്കാരത്തിന് ഓരോ വസ്ത്രം വേണമെന്ന് ഞങ്ങൾ വാശി പിടിക്കുന്നില്ല. എന്താ നമ്മുടെയൊക്കെ സുഖലോലുപത? 4 ചങ്ങാതിമാര് മീറ്റ് ചെയ്യണമെങ്കിൽ 4 ആളുകളും ഒരുപോലെയുള്ള വസ്ത്രം ധരിക്കണം. എവിടെന്നായിരുത്തിയത്? ഒരു പെരുന്നാളിന് ഒരു വസ്ത്രം ധരിച്ച് 1 വർഷം മുഴുവനും ധരിച്ചിരുന്ന മുസ്ലിം സമുദായമാണ്. 4 ചെറുപ്പക്കാർ ഒരുമിച്ച് കൂടണമെങ്കിൽ ഒരുപോലെയുള്ള വസ്ത്രം ധരിക്കണം. 4 പെൺകുട്ടികൾ, 4 ചങ്ങാതിമാർ എവിടെയെങ്കിലും മീറ്റ് ചെയ്യണമെങ്കിൽ അവർക്ക് ഒരുപോലെയുള്ള വസ്ത്രം ധരിക്കണം. 4 ചങ്ങാതിമാർ. അത് സൽക്കാരമല്ല, അത് കല്യാണമല്ല, അത് ആഘോഷങ്ങളല്ല, അത് പെരുന്നാളല്ല. വെറും 4 ആളുകൾ ഒരുമിച്ച് കൂടണമെങ്കിൽ ഒരുപോലെയുള്ള വസ്ത്രം ധരിക്കണം. എവിടെന്നാ നമ്മൾ വന്നത്? ഒരു പെരുന്നാളിന് ഒരു വസ്ത്രം ധരിച്ച് 1 വർഷം ധരിച്ചു നടന്നവരാണ് നമ്മള്. ഒരു ചെരുപ്പ് വാങ്ങി 1 വർഷം ധരിച്ചവരാണ് നമ്മള്. അതാണ് അല്ലാഹുവിന്റെ ഹബീബായ നബി തങ്ങൾ പറഞ്ഞത്, മൽ ഫഖറ അഖ്ശാ അലൈക്കും. നിങ്ങൾ ദരിദ്രരാകുമോ എന്ന പേടി എനിക്കില്ല, നിങ്ങൾ പട്ടിണി കിടക്കുമോ എന്ന പേടി എനിക്കില്ല, നിങ്ങളെ പാവങ്ങളാകുമോ എന്ന ഭയം എനിക്കില്ല. ഞാൻ പേടിക്കുന്നത് വലാകിൻ അഖ്ശാ അലൈക്കും അൻ തുബ്സത അലൈക്കുമുദ് ദുനിയാ. സമ്പത്ത് നിങ്ങളുടെ മേൽ കുന്നുകൂടുമോ എന്നാ ഞാൻ ഭയക്കുന്നത്. വിശാലമായ 10,000-ന്റേതും 20,000-ന്റേതും വീടുകൾ നിങ്ങൾ നിർമ്മിച്ച് ഒരുപാട് വാഹനങ്ങൾ വാങ്ങി ഓരോ ദിവസത്തേതിന് ഓരോ വസ്ത്രങ്ങള്, ഒരു ബർത്ത്ഡേക്ക് വേണ്ടി ചെലവഴിക്കുന്നത് ലക്ഷങ്ങളാണ് അല്ലെ? ഒരു ബർത്ത്ഡേ, മക്കളുടെ ബർത്ത്ഡേകൾക്ക് വരെ ചെലവഴിക്കുന്നത് ലക്ഷങ്ങളാണ്. 1ഉം 2ഉമല്ല, 5ഉം 6ഉം 10ഉം ലക്ഷങ്ങൾ ചെലവഴിച്ച് ബർത്ത്ഡേ സെലിബ്രേഷൻ ഒക്കെ നമ്മുടെ കാസർഗോഡ് ജില്ലയിൽ നടക്കുന്നില്ലേ? അതാണ് അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞത്, ലാ അഖ്ശാ അലൈക്കുമുൽ ഫഖറ. നിങ്ങൾ ദരിദ്രരാകുമോ എന്ന ഭയം എനിക്കില്ല, നിങ്ങൾ പാവങ്ങളാകുമോ, പട്ടിണി കിടക്കുമോ എന്ന ഭയം എനിക്കില്ല. ഞാൻ പേടിക്കുന്നത് സമ്പത്ത് കൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യണമെന്നറിയാതെ അമിതമായ ദുർവ്യയത്തിലേക്ക് നിങ്ങൾ നീങ്ങുമോ എന്നാണ് ഞാൻ ഭയക്കുന്നത് എന്ന് പരിശുദ്ധ റസൂലുള്ളാഹ്. അതല്ലേ നമ്മൾ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്? ചെരുപ്പ് ധരിച്ച് ചെരുപ്പ് തഴഞ്ഞിട്ട് അതിൽ ഹോൾസ് ഉണ്ടായ കാലം എന്റെ കാലത്തുണ്ടായിട്ടുണ്ട്. നിങ്ങളെ കാലത്തുണ്ട്. നിങ്ങളെ കാലൊക്കെ ചെറുപ്പാണ് എനിക്ക്. പിന്നെ നിങ്ങളെ കാലം പറയണ്ടല്ലോ. ഒരു ചെരുപ്പ് വാങ്ങിച്ചു തന്നിട്ട് ആ ചെരുപ്പ് ധരിച്ച് നടന്ന് അത് ഹോൾസാകുന്ന രീതിയിലേക്ക് എത്തുമ്പോൾ വരെ ഉപ്പാടൊരു ചെരുപ്പ് വാങ്ങിച്ചു തരുമോ പറയാൻ പേടിയായിരുന്നു. അവിടെ നിന്ന് നമ്മൾ ഒരു ദിവസം തന്നെ ഒരു വീട്ടിൽ 10 ചെരുപ്പ് ഇങ്ങനെ നിരനിരയായി വെക്കുന്ന രീതിയിലേക്ക് നമ്മൾ മാറി. ഓരോ ചെരുപ്പിന്റെയും വില 5,000-ഉം 10,000-ഉം 6,000-ഉം 8,000-ഒക്കെയാണ് ഓരോ ചെരുപ്പിന്റെ വില. അതാണ് അല്ലാഹുവിന്റെ ഹബീബായ നബി തങ്ങൾ പറഞ്ഞത്, എനിക്ക് നിങ്ങൾ ദരിദ്രരാകുമോ എന്ന ഭയമില്ല, പേടിയില്ല. നിങ്ങൾ പണക്കാരാകുമോ എന്നാ ഞാൻ ഭയക്കുന്നത്. ഒരു സമൂഹം പണക്കാരാകുന്നത് അപകടമല്ല, അപകടമാകുന്നത് അത് കൽബിലേക്ക് കയറുമ്പോഴാണ്. സമ്പത്ത് നമ്മുടെ കൽബിലേക്ക് കയറിയാൽ അത് അപകടം തന്നെയാണ്. അതുകൊണ്ട് സമ്പാദ്യങ്ങൾ നമ്മുടെ പുറംകൈയിൽ വെക്കണം. ഇത് കൽബിലേക്ക് കയറാൻ പാടില്ല. നിഅമൽ മാലു ഫിൽ അബ്ഫി യദിസ് സ്വാലിഹ്. സ്വാലിഹായ മനുഷ്യന്റെ കയ്യിൽ എത്ര സമ്പാദ്യങ്ങൾ കുന്നുകൂടിയാലും അത് നല്ലതാണ് എന്ന് മഹാന്മാര് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. എന്നാൽ ചീത്തവരായ ആളുകൾ, അല്ലാഹുവിനെ പേടിയില്ലാത്ത ആളുകൾ, അവരുടെ കൈകളിൽ സമ്പാദ്യം കുന്നുകൂടുന്നത് അത് അപകടം തന്നെയാണ്. അല്ലാഹു നമ്മൾക്ക് ദീനിയായ ചിട്ടയോടെ ജീവിക്കാനുള്ള തൗഫീഖ് നൽകട്ടെ. മഹാനായ അല്ലാമാ ഇഖ്ബാൽ ചോദിക്കുന്നത്, ഇമാരത്ത് ക്യാ ശിക്വ ഖുസ്റവി ബി ഹോ തോ ക്യാ ഹാസിൽ. നിനക്ക് അധികാരമുണ്ടായിട്ട് എന്ത് കാര്യം? നീ എന്താണ് ഇവിടെ ഉണ്ടാക്കിയത്? കാസർഗോഡ് ജില്ലയിൽ എത്ര വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുണ്ട്? ഈ സമൂഹത്തെ വളർത്തിയെടുക്കാൻ പറ്റുന്ന എത്രയെത്ര വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഇവിടെയുണ്ട്. ഈ സമൂഹത്തിന് ഓർത്തെടുക്കാൻ പറ്റിയ മെഡിക്കൽ കോളേജ് പോലും അവിടെ വർഷങ്ങളായി ഇഴഞ്ഞു നീങ്ങുകയാണ്. നമ്മളെക്കാളും വർഷങ്ങൾക്ക് ശേഷം തുടങ്ങിയ മെഡിക്കൽ കോളേജുകൾ ഇന്നും വിശാലമായ സൗകര്യത്തോടെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഇന്നും നമ്മുടെ നാടിലുള്ള മെഡിക്കൽ കോളേജ് ഇഴഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ നാടിലുള്ള ഒരു വ്യക്തിക്ക് പോലും അതിനേക്കാളും വലിയ മെഡിക്കൽ കോളേജ് നിർമ്മിക്കാനുള്ള സാമ്പത്തിക ശേഷി ഉണ്ടായിട്ട് എന്താണ് ഈ സമൂഹത്തിന് നമ്മൾ ചെയ്തു കൊടുത്തത്? തെറ്റു കാണുമ്പോൾ തിരുത്താൻ നമ്മൾക്ക് കഴിയില്ല. തെറ്റു കാണുമ്പോൾ തിരുത്താനുള്ള ധൈര്യം നമ്മൾക്കില്ല, ആവേശം നമ്മൾക്കില്ല, ദീനിയായ ചിട്ട നമ്മൾക്കില്ല, ദീനിയായ ബോധം നമ്മൾക്കില്ല. എന്നിട്ടല്ല അല്ലാമാ ഇഖ്ബാൽ പറയാണ്, ढूंढे इस चीज को तहदीब हालिर की तजल्ली में खपाया मैंने इस्तिगना में मिअराजे मुसलमानी न ढूंढ इस चीज को तहदीब हालिर की तजल्ली में
कि पाया मैंने इस्तिग़ना में मिअराജെ മുസൽമാനി. ഈ ഹൈദർ തങ്ങൾക്കുണ്ടായിരുന്ന ആവേശം, മഹാനായ സ്വഹാബാക്കൾക്കുണ്ടായിരുന്ന ദുനിയാവിനോടുള്ള വെറുപ്പ്, അവർ ദുനിയാവിനെ കുതിച്ചവരല്ല പ്രിയപ്പെട്ടവരെ. നമ്മളെക്കാൾ മുമ്പ് അള്ളാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കടന്നു വരുന്നതിന് മുമ്പ് അവിടെ അറബികൾ ഉണ്ടായിട്ടുണ്ട്. ആ അറബികൾ ദുനിയാവിന്റെ അടിമകളായിരുന്നു. അവര് പാട്ടുപാടിയിരുന്നത് പെണ്ണിനെ കുറിച്ചാണ്, അവര് പാട്ടുപാടിയിരുന്നത് യുദ്ധങ്ങളെ കുറിച്ചാണ്, അവര് പാട്ടുപാടിയിരുന്നത് പ്രിയപ്പെട്ടവരെ കള്ളിനെ കുറിച്ചായിരുന്നു. എന്നാൽ ഹബീബിന്റെ വരവോടുകൂടെ പെണ്ണും ദുനിയാവും കള്ളും യുദ്ധങ്ങളുമെല്ലാം പാടെ മറന്നുപോയി. അവർ ദുനിയാവിന്റെ ആളുകളായി മാറി. വലൗലാ തലാസുൻഹുന്ന മിൻ ഐശത്തിൽ ഫതാ വജദ്ദി കലം മഹ്ഫിൽ മതാ ഖാമ ഉവ്വദി. ആരാ പാടുന്നത്? തൊറഫയാണ്. ആരാ തൊറഫ എന്നറിയോ? അന്നത്തെ അറിയപ്പെട്ട ഷേക്സ്പിയറിനെ പോലെ. ഇംറുൽ ഖൈസിനെ കുറിച്ച് പറഞ്ഞത് ഷേക്സ്പിയർ ഓഫ് അറബ്സ് എന്നാണ്. അറബികളുടെ ഷേക്സ്പിയർ എന്നാണ് ഇംറുൽ ഖൈസ് അറിയപ്പെട്ടത്. ഇംറുൽ ഖൈസിനോട് കിടപിടിക്കുന്ന, ഇംറുൽ ഖൈസിനോട് കമ്പയർ ചെയ്യാൻ പറ്റിയ പ്രഗൽഭനായ കവിയാണ് തൊറഫ. സബഉൽ മുഅല്ലഖാത്ത് നമ്മൾ കേട്ടിട്ടുണ്ടാകും. അള്ളാഹുവിന്റെ ഹബീബ് കടന്നു വരുന്നതിന് മുമ്പ് മക്കത്തുണ്ടായിരുന്നത്, അറബികളിൽ ഉണ്ടായിരുന്നത് ഈ സാഹിത്യങ്ങളാണ്. 7 ഓഡ് പോയംസ് എന്നാണ് അറിയപ്പെടുന്നത്. അതിൽപ്പെട്ട ഒരാളാണ് തൊറഫ. ആ തൊറഫയുടെ കവിതകളാണിത്. വലൗലാ തലാസുൻഹുന്ന മിൻ ഐശത്തിൽ ഫതാ വജദ്ദി കലം മഹ്ഫിൽ മതാ ഖാമ ഉവ്വദി. 3 കാര്യങ്ങൾ ലഭിച്ചു കഴിഞ്ഞാൽ പിന്നെ എപ്പം മരിച്ചാലും എനിക്ക് കുഴപ്പമില്ല. 3 കാര്യങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ ഒരു ചെറുപ്പക്കാരന്റെ ജീവിതത്തിലെ ആവേശമാണ് 3 കാര്യങ്ങൾ. അതുണ്ടായി കഴിഞ്ഞാൽ പിന്നെ ഞാൻ എപ്പം മരിച്ചാലും കുഴപ്പമില്ല. എന്റെ മയ്യിത്ത് കാണാൻ ആളുകൾ കൂട്ടം കൂടി എപ്പോ വന്നാലും എനിക്ക് പ്രശ്നമില്ല. അതിലൊന്നാമത്തേത് ഫമിൻഹുന്ന സബ്ഖിൽ ആദിലാതി ബിശർബത്തിൻ കുമൈതിൻ മതാ തുഅല ബിൽ മാഇ തുസ്ബദി. പ്രിയപ്പെട്ടവരെ, ഇവിടെ പറയുന്നത് പെണ്ണിനെ കുറിച്ചാണ്, കള്ളിനെ കുറിച്ചാണ്. കള്ളുണ്ടാകുമ്പോ എനിക്കൊരു പെണ്ണും വേണ്ട. പരാതി പറയുന്ന, രാത്രിയിൽ വൈകാരികമായി പെണ്ണിന്റെ കൂടെ ചെലവഴിച്ച് പിറ്റേ ദിവസം കുറ്റം പറയുന്ന പെണ്ണിനെക്കാളും നല്ലത് ക്ലാസുകളിലേക്ക് ഒഴിക്കുമ്പോൾ നുര പൊന്തുന്ന കള്ള്. ആ കള്ള് എനിക്ക് ലഭിച്ചു കഴിഞ്ഞാൽ പിന്നെ ഞാൻ എപ്പോ മരിച്ചാലും എനിക്ക് കുഴപ്പമില്ല. അടുത്ത വഴി പറയുന്നത് യുദ്ധത്തെ കുറിച്ചാണ്. 3-ാമത്തെ വരി പറയുന്നത് പെണ്ണിനെ കുറിച്ചാണ്. ശക്തമായ മഴ പെയ്യുന്ന ഒരു സമയത്ത്, വളരെ മനോഹരമായ മഴ ചാറ്റുന്ന സമയത്ത് കാടിന്റെ മധ്യത്തിൽ ഒരു ടെന്റിൽ കിടന്നിട്ട് പെണ്ണിന്റെ കൂടെ കിടന്നുറങ്ങുമ്പോഴുള്ള സുഖം, ഈ സുഖം. അതേപോലെ യുദ്ധത്തിൽ മറ്റൊരാളെ സഹായിക്കുമ്പോഴുള്ള സുഖം. അതേപോലെ കള്ളിന്റെ കോപ്പയിൽ നിന്ന് ക്ലാസ്സിലേക്ക് കള്ളൊഴിക്കുമ്പോൾ പൊന്തുന്ന നുരയുടെ സുഖം. ഈ 3 സുഖം ലഭിച്ചു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ദുനിയാവിൽ ഏത് സമയത്ത് മരിച്ചാലും കുഴപ്പമില്ല എന്ന് പാട്ട് പാടിയിരുന്ന അറബികളെ കൊണ്ടാണ് അള്ളാഹുവിന്റെ ഹബീബ് പാടിപ്പിച്ചത്. വലൗലാ തലാസുൻഹുന്ന മിൻ ലദ്ദത്തിൽ ഫതാ വഹഖീക ലം അഹ്ഫൽ മതാ ഖാമ ഉവ്വദി സിയാഹതു ഖൽബി ഫീ ദിയാലിൻ നരീലത്തിൻ മിനൽ ഇൽമി മുജ്താസൻ അലാ കുല്ലി മൗലിദി. ഇൽമിന്റെ സദസ്സിനെ കുറിച്ചാ പാടുന്നത്. ഇൽമിന്റെ സദസ്സിലിരുന്നിട്ട് ഇൽമ കേൾക്കുമ്പോൾ എനിക്കുണ്ടാകുന്ന സുഖം, അതേപോലെ പണ്ഡിതന്മാരുടെ കൂടെ ഇരുന്നിട്ട് ഇൽമ പഠിക്കുമ്പോൾ ഞാൻ അനുഭവിക്കുന്ന സുഖം, ആ സുഖം എനിക്ക് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഞാൻ എപ്പോ മരിച്ചാലും കുഴപ്പമില്ല എന്ന് പാട്ട് പാടുന്ന രീതിയിലേക്ക് ആ കാട്ടറബികളെ പരിവർത്തനം നടത്തിയത് പരിശുദ്ധ റസൂലുള്ളാഹ്. وتسبيحنا لله جل جلاله عشيا وبالإبكار في كل مسجد. യുദ്ധത്തിന്റെ ഏതെങ്കിലും സഹായം ചോദിച്ചു വരുന്ന ഏതെങ്കിലും ഒരു വ്യക്തിക്ക് സഹായിക്കുന്നതിന് പകരം പ്രിയപ്പെട്ടവരെ, യുദ്ധഖുതിയന്മാരായ ആളുകൾക്ക് വാളും കുതിരയും നൽകി സഹായിക്കുന്നതിന് പകരം ഇവിടെ പള്ളിയിലിരുന്നിട്ട് രാവിലെയും വൈകുന്നേരവും തസ്ബീഹ് ചൊല്ലുമ്പോൾ ഞാൻ അനുഭവിക്കുന്ന സുഖമുണ്ട്. ആ സുഖം കിട്ടിയാൽ പിന്നെ എപ്പോ മരിച്ചാലും കുഴപ്പമില്ല എന്ന പാടുന്ന രീതിയിലേക്ക് അവർ മാറി. പിന്നെ പാടി വതർതീലു ആയാതിൽ കിതാബി മുനവ്വിറാ ബിഹാ
ജൗഫലൈലി ഫീ ഖിയാമി തഹജ്ജുദി. മരം കോച്ചുന്ന തണുപ്പിൽ രാത്രിയുടെ യാമങ്ങളിൽ എണീറ്റ് തഹജ്ജുദ് നിസ്കരിക്കുമ്പോൾ വളരെ മനോഹരമായി ഖുർആൻ ഓതുമ്പോൾ എനിക്ക് ലഭിക്കുന്ന ഒരു സുഖമുണ്ട്. ആ സുഖം ലഭിച്ചാൽ പിന്നെ ഏത് സമയത്ത് മരിച്ചാലും എനിക്ക് കുഴപ്പമില്ല. ഇങ്ങനെ പാടുന്ന രീതിയിലേക്ക് സമൂഹത്തെ പരിവർത്തിച്ചത് പരിശുദ്ധ റസൂലുള്ളാഹ്. എന്നാൽ നമ്മൾ വീണ്ടും മാറിയില്ലയോ? പഴയകാല തുറഫ പാടിയ ആ കാട്ടറബികളുടെ സിസ്റ്റത്തിലേക്ക്, കാട്ടറബികളുടെ സംവിധാനത്തിലേക്ക് ഇന്നത്തെ സമുദായം മാറിയില്ല എന്ന് പറയാൻ പറ്റുമോ പ്രിയപ്പെട്ടവരെ? രാത്രിയായാൽ കാസർഗോഡിന്റെ നഗരിയിൽ ഫുട്ബോൾ കാണാൻ വേണ്ടി 10,000 കൂടുന്നു, ലക്ഷങ്ങൾ ചെലവഴിക്കുന്നു, രാത്രി ഉറക്കൊഴിക്കുന്നു. പക്ഷെ രാത്രിയായാൽ അള്ളാഹുവിന് വേണ്ടി 2 റക്അത്ത് നിസ്കരിക്കുന്ന ചെറുപ്പക്കാരൊരാളെങ്കിലും കാണിക്കാൻ പറ്റുമോ അവരിൽ? രാത്രിയായാൽ 10,000 നമ്മുടെ കാസർഗോഡ് നഗരയിൽ വലിയൊരു സ്ക്രീൻ സംവിധാനം നൽകി എവിടെ നടക്കുന്ന, ഖത്തറിൽ നടക്കുന്ന ഫുട്ബോൾ വേൾഡ് കപ്പ് കാണിച്ചു കൊടുത്തത്. കുഴപ്പമില്ല, നിങ്ങൾ കണ്ടോളൂ. പക്ഷെ ഞാൻ ചോദിക്കട്ടെ, അവിടെ കൂടിയ 10,000-ൽ എത്ര പേര് രാത്രിയുടെ യാമങ്ങളിൽ എണീറ്റ് തഹജ്ജുദ് നിസ്കരിച്ച് പരിശുദ്ധമായ ഖുർആനിന്റെ മനോഹാരിത ആസ്വദിച്ചിട്ടുണ്ട്? അതാ ഞാൻ പറഞ്ഞത്, നമ്മൾ മാറി പഴയ കാട്ടറബികളിലേക്ക്. സ്പോർട്സിനോടാണ് നമ്മൾക്ക് ഭ്രമമുള്ളത്. ആരാന്റെ കളിക്കാരുടെ ഫ്ലക്സ് ബോർഡുകൾ ആകാശങ്ങളിലേക്ക് ഉയരാൻ തുടങ്ങി. മെസ്സിയും ക്രിസ്ത്യാനോയും നെയ്മറുമെല്ലാം ആകാശങ്ങളിലേക്ക് ഉയരാൻ തുടങ്ങി. ഞാനാണ് വലുത്, ഞാനാണ് വലുത് എന്ന് പറഞ്ഞ് കൂറ്റൻ പ്ലക്കാർഡുകൾ നമ്മുടെ നാടുകളിൽ ഉയരാൻ തുടങ്ങി. ആ ചെറുപ്പക്കാരോട് ദീനിയായ ഒരു കാര്യത്തിന് സഹായിക്കണമെന്ന് പറയുമ്പോ കൈമലർത്തുന്ന ചെറുപ്പക്കാരാണവർ. ഇതിന് റബ്ബിന്റെ കോടതിയിൽ സമാധാനം പറയാൻ കഴിയുമോ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ? അല്ലാഹുവിന്റെ കോടതിയിൽ നിങ്ങൾക്ക് സമാധാനം പറയാൻ പറ്റുമോ? നമ്മൾ വളണ്ടിയർമാരായി വളണ്ടിയർ കാർഡുമിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുമ്പോൾ ഒന്ന് ചിന്തിച്ചു നോക്കുക. സമ്പാദ്യങ്ങൾ ലക്ഷക്കണക്കിന് അന്യായങ്ങൾക്ക് വേണ്ടി നമ്മൾ ചെലവഴിച്ചിട്ട് ദീനിയായ വിഷയങ്ങൾക്ക് ഒരു 10,000 കൊടുക്കാനില്ല എന്ന് പറയുമ്പോ അല്ലാഹുവിന്റെ കോടതിയിൽ എന്ത് സമാധാനമാണ് പറയാൻ കഴിയുക? ലാ തസൂലു ഖദമ ഇബ്ന ആദം, ഒരു മനുഷ്യനും കാൽപാദങ്ങൾ അനക്കാൻ കഴിയൂല. ഏതുവരെ? ഹത്താ യുസ്അല അൻ ഖംസിൻ, 5 കാര്യങ്ങൾ അവനോട് ചോദിക്കുന്നത് വരെ. അൻ മാലിഹി, എവിടെ നിന്നാണ് നീ സമ്പാദിച്ചത്? ഹറാമാണോ ഹലാലാണോ എന്ന് വ്യക്തമായ മറുപടിയില്ലാതെ ഒരു ചാൺ മുകളിലുള്ള സൂര്യന്റെ ചൂടേറ്റ് വിയർത്തു കുളിക്കുന്ന മഹ്ശറയിൽ നമ്മുടെ കാൽപാദങ്ങൾ അനക്കാൻ കഴിയില്ല എന്ന് ഷഫീഉനാ റസൂലുള്ളാഹ്. പിന്നെ കഴിഞ്ഞില്ല, നീ ഉണ്ടാക്കിയത് ഹറാമായാലും ഹലാലായാലും വമിൻ ഐന അൻഫഖ വഐന അൻഫഖഹു, എവിടെയാണ് ചെലവഴിച്ചത്? പറയാൻ പറ്റുമോ? ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ 200 ഫീറ്റുള്ള കട്ടൗട്ടുകൾ ഞാൻ വെച്ചു എന്ന് അഭിമാനത്തോടെ അള്ളാഹുവിനോട് പറയാൻ പറ്റുമോ? പിന്നെ ക്രിസ്ത്യാനോയുടേത് വെച്ചാൽ പിന്നെ മെസ്സിയെ ഞാൻ എങ്ങനെ ഒഴിവാക്കും? അയാൾക്കും വേണ്ടേ ഒരു കട്ടൗട്ട്, നെയ്മറിനും വേണ്ടേ ഒരു ഫ്ലെക്സ് ബോർഡ്? അങ്ങനെ 10,000-ങ്ങളും ലക്ഷങ്ങളും. എന്റെ പ്രിയപ്പെട്ട മുസ്ലിം ചെറുപ്പക്കാരെ, ഇത് മറ്റുള്ള മതക്കാരല്ല വെച്ചത്, നമ്മളാണ്. നമ്മൾ തന്നെ നല്ല താടിയും അതുപോലെ തന്നെ ദീനിയായ ചിട്ടയുമുള്ള ചെറുപ്പക്കാർ തന്നെയാണ് അതിലും മുൻപന്തിയിലുള്ളത്. ഇങ്ങനെയൊക്കെ ലക്ഷങ്ങൾ അന്യായമായി ദൂർത്തടിക്കുമ്പോൾ അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി എന്തു ചെയ്തു എന്ന് ഒരു നിമിഷമെങ്കിലും ഇരുന്ന് ചിന്തിക്കണം. അതാ ഞാൻ ചോദിക്കുന്നത്, ദീനിനോട് നമ്മൾക്ക് എത്രത്തോളം കമ്മിറ്റ്മെന്റ് ഉണ്ട്? നമ്മൾക്ക് ബ്രസീലുകാരോട് കമ്മിറ്റ്മെന്റ് ഉണ്ട്, അർജന്റീനക്കാരോട് കമ്മിറ്റ്മെന്റ് ഉണ്ട്, പോർച്ചുഗലുകാരോട് കമ്മിറ്റ്മെന്റ് ഉണ്ട്. നമ്മുടെ ദീനിനോട് എത്ര കമ്മിറ്റ്മെന്റ് നമ്മൾക്കുണ്ട്? പറ, ഒന്ന് ചിന്തിക്കുക, നിങ്ങൾ ആലോചിക്കുക, എത്ര കമ്മിറ്റ്മെന്റ് ഉണ്ട്? എന്ത് സാക്രിഫൈസ് ചെയ്തു നമ്മുടെ ദീനിന് വേണ്ടി? മനുഷ്യനാകുമ്പോൾ തെറ്റുകളൊക്കെ വരും, തെറ്റുകളെ കുറിച്ചല്ല. കുല്ലു ബിനി ആദമ ഖത്താഉൻ, മനുഷ്യരൊക്കെ തെറ്റുകാരാണ്. ആ തെറ്റുകാരിൽ അല്ലാഹുവിന് ഇഷ്ടം തൗബ ചെയ്ത് മടങ്ങുന്നവരെയാണ്. തെറ്റിനെ കുറിച്ചല്ല ഞാൻ പറയുന്നത്. ഈ ദീനിന് വേണ്ടി എന്ത് സാക്രിഫൈസ് നമ്മൾ ചെയ്തു? എന്തെങ്കിലും ഒരു സമർപ്പണം നമ്മുടെ ഭാഗത്ത് നിന്നുണ്ടായോ? അതുകൊണ്ട് മഹാന്മാരായ സ്വഹാബാക്കളുടെ ജീവിതത്തിന്റെ ചൈതന്യം ഭൗതികമായ കലാലയങ്ങളുടെ പുസ്തകങ്ങളിൽ തേടിയാൽ കിട്ടൂല. അവിടെയുള്ളത് PB ഷെല്ലിയുടെ കവിതകളാണ്, അവിടെയുള്ളത് ഷേക്സ്പിയറിന്റെ നാടകങ്ങളാണ്. പ്രിയപ്പെട്ടവരെ, അവിടെയുള്ളത് ഒരുപാട് കവികളുടെ, സാഹിത്യകാരന്മാരുടെ പ്രണയത്തെക്കുറിച്ച് പറയുന്നത്, വ്യഭിചാരത്തെക്കുറിച്ച് പറയുന്നത് സാഹിത്യങ്ങളാണ് അവിടെയുള്ളത്. അപ്പൊ അതുകൊണ്ട് ആ പുസ്തകങ്ങൾ തേടിയാൽ, കലാലയങ്ങളിലുള്ള പുസ്തകങ്ങൾ തേടിയാൽ ധാർമ്മികത നിങ്ങൾക്ക് കാണാൻ കഴിഞ്ഞുകൊള്ളണമെന്നില്ല. ആരാ പറയുന്നത്? അല്ലാമായിക്കുവാൽ
ഈ മഹത്തായ സംസ്കാരം, ഈ മഹത്തായ ദീനീ ചൈതന്യം ഭൗതിക കലാലയങ്ങളിൽ നിന്ന്, അവിടുത്തെ പാഠശാലകളിൽ നിന്ന്, അവിടുത്തെ പാഠ്യ പദ്ധതികളിൽ നിന്ന്, അക്കാഡമിക്കൽ കരിക്കുലത്തിൽ നിന്ന് നിങ്ങൾക്ക് കണ്ടെത്താൻ കഴിയില്ല. എന്താ നമ്മുടെ അക്കാഡമിക്കൽ കരിക്കുലം പറയുന്നത്? ആണും പെണ്ണും മടിയിലിരുന്ന് പഠിപ്പിക്കണമെന്ന രീതിയിലേക്ക് നമ്മുടെ സർക്കാർ വരെ സ്ഥാപനങ്ങളെ, സ്കൂളുകളെ മാറ്റാൻ ശ്രമിക്കുന്ന കാലമാണിത്. അതേ സർക്കാർ തന്നെ അവരുടെ കീഴിലുള്ള KSRTC ബസ്സുകളിൽ എഴുതി വെച്ചത് ഇത് വനിതാ ജീവനക്കാരിയുടെ സീറ്റാണ്, പെണ്ണല്ലാതെ ഇവിടെ ഇരിക്കാൻ പാടില്ല. ആ ഗവൺമെന്റ് ആണ് നമ്മുടെ മക്കളോട് പറയുന്നത് മടിയിലിരുന്ന് പഠിക്കാൻ, ഒന്നിച്ചിരുന്ന് പഠിക്കണം, ആണും പെണ്ണും ഒന്നിച്ചിരുന്ന് പഠിക്കാൻ പറയുന്ന സർക്കാർ അവരുടെ കീഴിലുള്ള ബസ്സിലാ എഴുതി വെച്ചത് ഇത് പെൺജീവനക്കാരിയുടെ സീറ്റാണ്, ഇതിലൊരു ആണിരിക്കാൻ പാടില്ല. എത്രത്തോളം പൊള്ളത്തരമാണ് അവരുടെ ആശയങ്ങള്, എത്രത്തോളം കാപട്യം നിറഞ്ഞതാണ് അവരുടെ ആശയങ്ങള്. അങ്ങനെയാണെങ്കിൽ എന്തിനാണ് KSRTC ബസ്സിൽ പെൺജീവനക്കാരിക്കൊരു സീറ്റ്? എന്തേ അവിടെ ആണിരുന്നാൽ? പ്രിയപ്പെട്ടവരെ, കലാലയങ്ങളുടെ പാഠപുസ്തകങ്ങളിൽ ഇതൊന്നും നിങ്ങൾക്ക് കാണാൻ കഴിയില്ല. ഒരു മുസൽമാന്റെ ഉയർച്ച എന്ന് പറയുന്നത്, ചെറുപ്പക്കാരാ നിങ്ങൾ ചെവി തുറന്ന് കേൾക്കണം. ഞാൻ നിർത്തട്ടെ, പെട്ടെന്ന് നിർത്തും. ചെറുപ്പക്കാരാ നിങ്ങൾ ചെവി തുറന്ന് കേൾക്കണം. നമ്മുടെ ഉയർച്ച എന്നുള്ളത് നമ്മൾക്ക് കനാഅത്തുണ്ടാകുമ്പോഴാണ്. കനാഅത്തില്ലാതെ നമ്മൾക്ക് ഉയർച്ച ഉണ്ടാകാൻ പോകുന്നില്ല. എന്താ കനാഅത്ത് എന്ന് പറഞ്ഞാല്? സാറ്റിസ്ഫാക്ഷൻ, ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുക. നമുക്ക് എന്ത് കിട്ടിയാലും അതിൽ അൽഹംദുലില്ലാ എന്ന് പറയുന്ന ഒരു സ്വഭാവത്തിലേക്ക് നമ്മൾ മാറും. തികയാതെ വീണ്ടും ദീന് മറന്നിട്ടുള്ള ഒരു ദുനിയാവിന്റെ പിന്നാലെയുള്ള ഓട്ടം നമ്മൾ നിർത്തണം. സമ്പാദിക്കരുത് എന്ന് ഇസ്ലാം ഒരിക്കലും പറഞ്ഞിട്ടില്ല. നിങ്ങൾ മരിക്കുന്നത് വരെ സമ്പാദിക്കണം എന്ന് തന്നെയാണ് ഇസ്ലാം ആവശ്യപ്പെടുന്നത്. പക്ഷേ ദീന് മറന്നിട്ടുള്ള ഒരു സമ്പാദ്യം അത് പ്രശ്നമാണ്. രാത്രി കാലങ്ങളിൽ വാലൊക്കെ കഴിഞ്ഞു വരുമ്പോൾ 2 മണിക്കും 3 മണിക്കൊക്കെ എന്താ നമ്മുടെ ചെറുപ്പക്കാർക്ക് ടൗണിൽ പണി? രാത്രി 2 മണിക്കും 3 മണിക്കൊക്കെ ടൗണിൽ ചെറുപ്പക്കാർക്ക് എന്താ പണി? എന്താ രാത്രി എന്തെങ്കിലും നൈറ്റ് ഡ്യൂട്ടി ഉണ്ടോ? നമ്മുടെ കാസർഗോഡ് ജില്ലയുടെ കഥ ഞാൻ പറയുന്നുണ്ട്. വണ്ടിയും വെച്ച്, വാഹനങ്ങളും വെച്ച്, ബൈക്കും വെച്ച് ഇങ്ങനെ കൂട്ടം കൂടി സംസാരിച്ചുകൊണ്ട് എന്ത് പണിയാണ് ഈ രാത്രി അവരെടുക്കുന്നത്? ഇവരൊന്ന് സുബഹി നിസ്കരിക്കാൻ പള്ളിയിലേക്ക് എത്തുന്നുണ്ടോ? ഞാൻ ചോദിക്കുന്നത് അതാണ്. നിങ്ങൾ എന്തും ചെയ്തോ, നമ്മൾക്ക് ദീനിനോടെന്ത് ബന്ധമുണ്ട്? ഈ ദീനിനോടെന്ത് കടപ്പാടാണ് നമ്മൾക്കുള്ളത്? എന്താണ് ദീനിന് വേണ്ടി നമ്മൾ ത്യാഗം ചെയ്തത്? നമ്മളെക്കാളും മുമ്പ് കഴിഞ്ഞുപോയ മഹാന്മാരായ സ്വഹാബാക്കൾ ചെയ്തതുപോലെ ഈ ദീനിന് വേണ്ടി എന്ത് കടപ്പാടാണ്, എന്താണ് നമ്മൾ ദീനിന് വേണ്ടി സമർപ്പിച്ചത്? അതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. അവിടെയാണ് നമ്മുടെ വിജയം കിടക്കുന്നത്, അല്ലാതെ മെഹ്റാബിലുള്ള മുസല്ലയിൽ പോയി സുജൂദിൽ കിടക്കുന്നതിലല്ല. ദീനിന് വേണ്ടി ത്യാഗം ചെയ്തിട്ടാണ് മഹാന്മാരായ സ്വഹാബാക്കൾ ലോകത്തിന്റെ മുഖമൂലകളിലേക്ക് ഇസ്ലാം പ്രചരിപ്പിച്ചത്. ഈ കേരളത്തിലേക്കടക്കം ഇസ്ലാം എത്താനുള്ള കാരണം അവർ നിരന്തരമായി കുടുംബത്തെ പോലും ത്യാഗം ചെയ്ത് ഇവിടേക്ക് യാത്ര ചെയ്തത് കൊണ്ടാണ്. നമ്മൾക്ക് നമ്മുടെ കുടുംബത്തെ വിട്ട് എവിടേക്കും പോവാൻ കഴിയില്ല, അല്ലേ? നമ്മൾക്ക് നമ്മുടെ വീടും കുടുംബവും വിട്ടങ്ങോട്ട് ചിന്തിക്കാനേ കഴിയില്ല. അങ്ങനെ മഹാന്മാരായ സ്വഹാബാക്കൾ ചിന്തിച്ചിരുന്നുവെങ്കിൽ ഇന്ന് ഇസ്ലാം അറേബ്യയുടെ ആ ഉപദ്വീപിൽ മാത്രം അവശേഷിച്ചേനെ. ലോകത്തേക്ക് ഇസ്ലാം എത്തുമായിരുന്നില്ല. ഒരു മനുഷ്യന് ലഭിക്കുന്ന ഏറ്റവും വലിയ സൗഭാഗ്യം ഏതെന്ന് ചോദിച്ചാൽ മുസ്ലിമാവുക എന്നുള്ളതാണ്. ആ ഒരു സൗഭാഗ്യം അല്ലാഹു നമ്മൾക്ക് തന്നില്ലയോ? ആ ഒരു സൗഭാഗ്യം തരാൻ ആരാണ് ഇവിടെ വെയിൽ കൊണ്ടത്? ആരാണ് ഇവിടെ അധ്വാനിച്ചത്? മുമ്പ് കഴിഞ്ഞു പോയ മഹാന്മാരായ സ്വഹാബാക്കളെ. അതുകൊണ്ട് ദുനിയാവിനോടുള്ള അമിതമായ ആസക്തി വിട്ട് ദീനിന്റെ ചിട്ടയോടെ, ദീനിനോട് കമ്മിറ്റ്മെന്റ് കാണിക്കാതെ ഈ ഇസ്ലാമിന്റെ പഴയകാല പ്രതാപം തിരിച്ചു കിട്ടൂല എന്നാണ് മഹാനായ അല്ലാമ ഇഖ്ബാൽ പറയുന്നത്. उकाबी रूह जब पैदार होती है जवानों में नजर आती है इसको अपनी मंजिल आसमानों में. ആകാശങ്ങളിലൂടെ പറക്കുന്ന ഒരു പറവയുണ്ട്, ഒരു പക്ഷിയുണ്ട്, അതിന്റെ പേരാണ് രാജകിളി എന്ന്. उकाबी रूह जब पैदार होती है जवानों में. നമ്മുടെ യുവാക്കളുടെ ഹൃദയത്തിൽ എപ്പോഴാണ് കീഴടങ്ങൂല എന്ന തോന്നലുണ്ടാവുന്നത്? നമ്മുടെ ചെറുപ്പക്കാരുടെ ഹൃദയാന്തരങ്ങളിൽ എപ്പോഴാണ് ഉന്നതങ്ങളിലെത്തണമെന്നുള്ള ഒരു ലക്ഷ്യമുണ്ടാകുന്നത്? ഉഖാബി റൂഹ് എന്ന് പറഞ്ഞാൽ ഏറ്റവും മുകളിലൂടെ പറക്കുന്ന പക്ഷി.
അവര് താഴേക്ക് വരാൻ തയ്യാറല്ല, താഴേക്ക് ഇറങ്ങാൻ തയ്യാറല്ല. ഇനിയും മുകളിലേക്ക് പറക്കാൻ പറ്റുമോ എന്നാണ് അവർ ചിന്തിക്കുന്നത്. നമ്മുടെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരന്റെ കൽബിന്റെ കത്തളങ്ങളിൽ ഉയരണമെന്ന്, ഇനിയും ഉയരണമെന്ന്, ഉന്നതങ്ങളിലേക്ക് എത്തണമെന്നുള്ള ചിന്ത എപ്പോഴാണ് കടന്നുകൂടുന്നത്? ആകാശലോകത്ത് അല്ലാഹു നമ്മൾക്ക് തന്ന സ്ഥാനം അപ്പോഴാ മനസ്സിലാവുക. ഈ മുസ്ലിമീങ്ങൾക്ക് അല്ലാഹു തന്ന മഹത്വം അപ്പോഴാ മനസ്സിലാവുക. നിങ്ങൾ യഥാർത്ഥ വിശ്വാസികളായാൽ നിങ്ങളെ പരാജയപ്പെടുത്താൻ ഒരാൾക്കും കഴിയില്ല. നിങ്ങൾ യഥാർത്ഥ മുസ്ലിമീങ്ങളായാൽ നിങ്ങളെ പരാജയപ്പെടുത്താൻ ഒരാൾക്കും കഴിയില്ല. അടച്ചിട്ട മുറിയിൽ RSSകാരുമായി ചർച്ച നടത്തുകയാണ്. ബാബരിയും കാശിയും മദ്രയുടെയും പള്ളി ഞങ്ങൾ നിങ്ങൾക്ക് തന്നാൽ നിങ്ങൾ നിർത്തുമോ? നിങ്ങൾ നിർത്തുമോ? അഥവാ RSSകാരൻ ചോദിക്കുന്ന പള്ളിയൊക്കെ അവർക്ക് തിരിച്ചു കൊടുക്കാൻ ആരെങ്കിലും ഇവിടെ കോൺട്രാക്ട് എടുത്തിട്ടുണ്ടോ? ഞാൻ ചോദിക്കട്ടെ, RSSകാരുമായി ചർച്ച നടത്തുകയാണ്. എവിടെ മറഞ്ഞു നിൽക്കുന്ന അടച്ചിട്ട മുറിയിൽ ഞങ്ങൾ നിങ്ങൾക്ക് ബാബരിയും മധുരയും കാശിയും തന്നാൽ പള്ളി ചോദിക്കുന്നത് നിങ്ങൾ നിർത്തുമോ? RSSകാർക്ക് മറുപടിയില്ല എന്ന് മാത്രമല്ല, ഈ ചോദ്യത്തിന് തയ്യാറായ മുസ്ലിമീങ്ങളാണ് ഇന്ന് ഇന്ത്യയിലുള്ളത്. ഇതേപോലൊരു മുസൽമാൻ മുമ്പുണ്ടായിട്ടുണ്ടെങ്കിൽ ബഗ്ദാദിൽ. എപ്പോഴെന്നറിയോ? ചെങ്കിസ് ഖാന്റെ പട്ടാളക്കാർ താർത്താരികൾ ബഗ്ദാദിലേക്ക് കടന്നു വന്നിട്ട് 10 ലക്ഷം മുസ്ലിമീങ്ങളെ കൂട്ടക്കശാപ്പ് ചെയ്തിട്ടുണ്ട്. കൂട്ടക്കശാപ്പ് ചെയ്യുന്നതിനിടയിൽ കഴുത്തറുക്കുമ്പോൾ, മുസൽമാന്റെ കഴുത്തറുക്കുമ്പോ വാളിന് മൂർച്ചയില്ല. അപ്പൊ അയാള് പറയാണ്, നീ ഇവിടെ കിടക്ക്, ഞാനൊന്ന് വാള് മൂർച്ച കൂട്ടി വരട്ടെ. അങ്ങനെ പറയുമ്പോ വാള് മൂർച്ച കൂട്ടി വരുന്നത് വരെ കഴുത്തിങ്ങനെ കാണിച്ചു കൊടുത്ത അത്രയും ഭീരുക്കളായ മുസ്ലിമീങ്ങൾ കടന്നുപോയിട്ടുണ്ട്. അത് സുഖലോലുപതയുടെ സോപാനങ്ങളിൽ അഭിരമിക്കാൻ തുടങ്ങിയപ്പോഴാണ്. അല്ലാഹുവിനെ മറന്ന് സുഖങ്ങളിൽ അഭിരമിക്കാൻ തുടങ്ങിയപ്പോ ഭീരുക്കളായി മാറി നമ്മള്. ഭയാലുക്കളായി മാറി നമ്മള്. പ്രതിരോധിക്കാനും തിരിച്ചു ചോദിക്കാനും, ആദർശം വിട്ട് ഒരു വിഷയത്തിലും കീഴടങ്ങൽ പ്രഖ്യാപിക്കാനും പ്രിയപ്പെട്ടവരെ നമ്മൾ തയ്യാറാവാൻ പാടില്ല. കീഴടങ്ങുന്നത് എപ്പോഴാണ്? സുഖലോലുപതയിൽ മുഴുകുമ്പോൾ ഈമാനികമായ കരുത്ത് നമ്മൾക്ക് നഷ്ടപ്പെടും. അല്ലാഹുവിന്റെ ഹബീബിനോടുള്ള സ്നേഹം നമ്മുടെ ഖൽബിൽ നിന്നെടുത്തുപോയി. ദൃഢനിശ്ചയം നമ്മൾക്കില്ല. അമൽ പൈഗം, നിരന്തരമായ പ്രവർത്തനങ്ങൾ, അമലുകൾ നമ്മുടെ കൈകളിലില്ല. ആകെയുള്ള ദുനിയാവിനോടുള്ള മോഹമല്ലാതെ, മരണത്തോടുള്ള വെറുപ്പല്ലാതെ വേറെ ഒന്നും നമ്മുടെ കൽബുകളിൽ അതെടുത്തു മാറ്റണം. ദുനിയാവിനോടുള്ള അമിതമായ ആസക്തി, മരണത്തോടുള്ള വല്ലാത്ത വെറുപ്പ്, ഇതല്ലാതെ വേറെ എന്താ നമ്മുടെ കൽബുകളിലുള്ളത്? ഒന്നാലോചിച്ചു നോക്കണ്ട ചെറുപ്പക്കാരാ. ഇത് ഞാൻ പറയുന്നതല്ല, ഞാൻ നിങ്ങളെ കുറ്റപ്പെടുത്തുകയല്ല, ഞാൻ എന്നെ തന്നെ കുറ്റപ്പെടുത്തുകയാണ്. അങ്ങനെ വിചാരിച്ചു പോകരുത്. ഞാൻ വളരെ ഉന്നതങ്ങളിലുള്ള ഒരാളും ഞാൻ നിങ്ങളെ ചീത്ത പറയുകയാണ് എന്ന് വിചാരിക്കരുത്. നിങ്ങളെക്കാളും മോശം തന്നെയാണ് ഞാൻ എന്നെ തന്നെയാണ് കുറ്റപ്പെടുത്തുന്നത്. ദുനിയാവിനോട് നമ്മൾക്ക് അമിതമായ ആസക്തിയില്ലയോ? മരണത്തിന് വേണ്ടി നമ്മൾ എന്താ ചെയ്യുന്നത്? ഖബറിലേക്ക് വേണ്ടി നമ്മൾ എന്താ ചെയ്യുന്നത്? അതുകൊണ്ട് തന്നെ അവസാന കാലഘട്ടം വരുമ്പോൾ ശത്രുക്കളിൽ നിന്ന് മുസ്ലിമീങ്ങളോടുള്ള ഭയം, ബഹുമാനം അല്ലാഹു എടുത്തു കളയുമെന്ന് ശഫീഉനാ റസൂലുള്ളാഹി. ശേഷം അവസാന കാലഘട്ടം വരുമ്പോൾ ലയൻസിഅന്നല്ലാഹു മിൻ ഖുലൂബി അദുവ്വികുമുൽ മഹാബത മിൻകും. ഈ സമൂഹത്തോട് ആളുകൾക്കൊരു റെസ്പെക്ട് ഉണ്ടായിരുന്നു. ഇസ്ലാമിനോട്, മുസ്ലിമീങ്ങളോട് ആളുകൾക്കൊരു ബഹുമാനമുണ്ടായിരുന്നു, ഒരു ഭയമുണ്ടായിരുന്നു. 300 പേര് ആയിരങ്ങളെ പരാജയപ്പെടുത്തിയത് അതൊരു ധൈര്യമായിരുന്നു. പ്രിയപ്പെട്ടവരെ, ആയുധങ്ങളില്ലാതെ, പരിചകളില്ലാതെ, പടക്കുതിരകളില്ലാതെ, പടവാളുകളില്ലാതെ ഒട്ടിയ വയറുമായി ബദറിന്റെ രണാങ്കണത്തിൽ പോയിട്ട് ആയുധങ്ങൾ കുന്നുകൂടിയ സുസജ്ജരായ പട്ടാളത്തോട് പോരാടി ധീരമായി ഇസ്ലാമിന് അനുകൂലമായി അവർ യുദ്ധം ചെയ്തില്ല എങ്കിൽ എങ്ങനെയാണ് ഇസ്ലാം ലോകത്തിന്റെ മുക്കുമൂലകളിലേക്ക് എത്തിച്ചേരുക? നമ്മളെപ്പോലെ മടിയന്മാരായി, നമ്മളെപ്പോലെ അലസന്മാരായി, നമ്മളെപ്പോലെ തീരെ ദീനീബോധമില്ലാതെ നമ്മുടെ വീടും നമ്മുടെ കുടുംബവും നോക്കി അവരും നിന്നിരുന്നുവെങ്കിൽ ആ 310
113 പേർ യുദ്ധത്തിന് തയ്യാറാകുമായിരുന്നു. അവർക്കുമുണ്ടായിരുന്നില്ലേ കുടുംബം, അവർക്കുമുണ്ടായിരുന്നില്ലേ ഭാര്യമാർ, അവർക്കുമുണ്ടായിരുന്നില്ലേ വീട്, അവർക്കുമുണ്ടായിരുന്നില്ലേ സമ്പാദ്യങ്ങള്. എന്നിട്ട് പോലും എല്ലാം ത്യാഗം ചെയ്തിട്ട് ധിക്കാരികളായ അഹങ്കാരികളായ ആയിരക്കണക്കിന് വരുന്ന പട്ടാളക്കാരോട് ധീരമായി പോരാടിയത് കൊണ്ടാണ് ഈ ഇസ്ലാമിന്റെ ചൈതന്യം ഇന്നും നിലനിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ കാലഘട്ടം മുതൽ ഇന്നേ വരെ പ്രിയപ്പെട്ടവരെ ഇസ്ലാമിനോടൊരു ബഹുമാനം മറ്റുള്ള മതക്കാർക്കുണ്ടായിരുന്നു. പക്ഷേ അവസാന കാലഘട്ടം വരുമ്പോൾ ഇസ്ലാമിനോട് ആളുകൾക്ക് മതിപ്പ് നഷ്ടപ്പെടുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. അപ്പൊ നബി തങ്ങൾ ചോദിക്കുന്നുണ്ട്, നബി തങ്ങളോട് ചോദിക്കുന്നുണ്ട് സ്വഹാബാക്കൾ, യാ റസൂലല്ലാഹ് അമിൻ ഖില്ലത്തിൻ നഹ്നു, ഞങ്ങളുടെ എണ്ണം കുറഞ്ഞതാണോ കാരണം? മുസ്ലിമീങ്ങൾ എണ്ണത്താൽ വളരെ കുറഞ്ഞു പോയത് കൊണ്ടാണോ ആളുകൾ ഇസ്ലാമിനെ ടാർഗറ്റ് ചെയ്യുന്നത് എന്ന് ചോദിച്ചപ്പോ അല്ലാഹുവിന്റെ ഹബീബായ നബി തങ്ങൾ പറഞ്ഞത്, ബൽ അൻതും കസീർ, ലോകത്ത് ഏറ്റവും കൂടുതൽ നിങ്ങളായിരിക്കുമെന്ന് തന്നെയാണ് നബി തങ്ങൾ പറഞ്ഞത്. ലോക ജനസംഖ്യ എടുത്തു നോക്കുമ്പോ പ്രിയപ്പെട്ടവരെ മുസ്ലിമീങ്ങളാണ് രണ്ടാം സ്ഥാനത്തുള്ളത്. എന്നിട്ടും എന്തേ ഇസ്ലാം ഇത്രത്തോളം വെല്ലുവിളികൾ നേരിടുന്നതെന്ന് ചോദിച്ചപ്പോ നബി തങ്ങൾ പറഞ്ഞു, അവരുടെ ഖൽബിൽ വഹൻ എന്ന് പറയുന്ന അസുഖം പിടിപെട്ടു. അവരുടെ ഹൃദയാന്തരങ്ങളിൽ വഹൻ എന്ന് പറയുന്ന അസുഖം പിടിപെട്ടിട്ടുണ്ട്. സ്വഹാബാക്കൾ ചോദിച്ചു, വമൽ വഹ്നു യാ റസൂലല്ലാഹ്, നബിയേ എന്താണ് വഹ്ന് എന്ന് പറഞ്ഞാൽ? അതിന് മറുപടിയായിട്ടാണ് നബി തങ്ങൾ പറഞ്ഞത്, ഹുബ്ബുദ്ദുനിയാ, ദുനിയാവിനോടുള്ള അമിതമായ താല്പര്യം. അതാണ് അല്ലാമാ ഇഖ്ബാൽ ആദ്യത്തെ വരിയിൽ പറയുന്നത്, തെരീ സൂഫേ അഫ്റംഗി തെരേ ഖാലേ ഇറാനി, നിന്റെ കയ്യിലുള്ളത് റോളക്സിന്റെ വാച്ചാണ്, നീ ധരിച്ചിരിക്കുന്നത് അഡിഡാസിന്റെ ഷൂ ആണ്, നിന്റെ വീടിന്റെ മുറ്റത്തുള്ളത് BMW അതുപോലെ ബെൻസും ഓഡിയും ഒക്കെയാണ്. നിന്റെ വീടാണെങ്കിൽ 10,000 മുകളിലുള്ള സ്ക്വയർ ഫീറ്റിന്റെ വീടാണ്. ദുനിയാവിനോടുള്ള അമിതമായ ആസക്തി, വകറാഹിയത്തുൽ മൗത്ത്, മരണത്തോടുള്ള വെറുപ്പം നിന്റെ കൽബിലുണ്ട്. മരണത്തെക്കുറിച്ച് ചിന്തയില്ല, ഞാൻ മരിക്കുമെന്നുള്ള ബോധമില്ല. നിന്റെ അയൽവാസി രോഗിയായാലും നിന്റെ സമപ്രായക്കാരൻ ആക്സിഡന്റ് പെട്ട് മരിച്ചു പോയാലും നിനക്ക് മരണത്തെക്കുറിച്ച് ഓർമ്മയില്ല എന്നതാണ് അത്ഭുതം. കൊറോണ വന്നു, ഇവിടെ സാമ്പത്തികമായ പ്രതിസന്ധി ഉണ്ടായി. പ്രിയപ്പെട്ടവരെ, NRC വന്നു, ജീവിക്കാൻ തന്നെ ഇവിടെ കഴിയുമോ എന്ന ആശങ്കയുണ്ടായി. എല്ലാം കഴിയുമ്പോഴേക്കും ഇവിടെ കല്യാണങ്ങൾ പൊടിക്കാൻ തുടങ്ങി, ആർഭാടങ്ങൾ തുടങ്ങി. നമ്മള് പ്രിയപ്പെട്ടവരെ പടക്കങ്ങൾ പൊട്ടിക്കാൻ തുടങ്ങി. കള്ളുകൾ പോലും കള്ളുകളെ അനുസ്മരിപ്പിക്കുന്ന രീതിയിൽ നമ്മുടെ ബീച്ചുകളുടെ സൈഡിൽ കൊണ്ടുപോയി, റിസോർട്ടുകളിൽ കൊണ്ടുപോയി നമ്മുടെ പെപ്സിയും കോളയും ഒഴിച്ച് ആഘോഷിക്കാൻ തുടങ്ങി, ചിയർ ചെയ്യാൻ തുടങ്ങി നമ്മള്. പക്ഷെ ഇതൊക്കെ കോവിഡിന്റെ ഒരു സമയം ഉണ്ടായിരുന്നു. ഇവിടെ 4, 5, 6 ആളുകൾ കല്യാണം കൂടിയിരുന്ന ഒരു കാലം. പ്രതിസന്ധി ഒന്നും മാറി കിട്ടുന്നതിന് മുമ്പ് തന്നെ നമ്മൾ എടുത്ത് ചാടാൻ തുടങ്ങി. തെരേ സൂഫേ അഫ്റംഗി തെരേ ഖാലേ ഇറാനി. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്നോടടക്കം ഞാൻ പറയുന്നത് നമ്മൾ ഈ അലസതയിൽ നിന്ന് മാറണം, ഉദാസീനതയിൽ നിന്ന് ചാടി എണീക്കണം. നമ്മള് മരിക്കുന്നതിന് മുമ്പ് ഈ ദീനിന് വേണ്ടി എന്തെങ്കിലും ചെയ്യണമെന്നുള്ള ചിന്തയോടെ ജീവിക്കണം. മരിക്കുന്നതിന് മുമ്പ് എനിക്കും എന്റെ കുടുംബത്തിനും മാത്രം അവകാശപ്പെട്ടതല്ല എന്റെ സമ്പാദ്യം, എന്തെങ്കിലും ഈ ദീനിന് വേണ്ടി ചെയ്യണമെന്നുള്ള ചിന്തയുണ്ടാവണം. ഇല്ലെങ്കിൽ നമ്മൾ അമ്പേ പരാജയമാണ്.